ഹലോ ഗായ്സ്, ഇന്ന് സൺഡേ ആണല്ലോ, അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എണീറ്റെന്ന് ഞാൻ പറയില്ല. ഞാൻ എണീറ്റപ്പോൾ ഒരു ഉച്ചയായിട്ടോ. പിന്നെ ഇന്ന് സൺഡേ ആണല്ലോ, അതുകൊണ്ട് ഇന്നലെ ലേറ്റ് ആയിട്ടാണ് കിടന്നത്. അതുകൊണ്ട് ബിഗ് ബോസ് കാണാൻ പറ്റി. പിന്നെ ബ്രഷ് ഒക്കെ ചെയ്ത് നേരെ അതിന്റെ മുന്നിൽ കുത്തി. ലാലേട്ടന്റെ ഏടിന്റെ പണികളൊക്കെ കണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു പണി കിട്ടിയത്. ഷുഹൈബ് പറഞ്ഞു അവനെ വിളിക്കാൻ ചെയ്തു. കോണത്തൊക്കെ എംഡിയിലായിരുന്നു, മെഷീനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവർക്കാണെങ്കിലോ വണ്ടിക്കൊന്നും പോകാൻ പറ്റില്ല, പോയത് ഓട്ടോ ഒക്കെ ആയിരുന്നു. അപ്പൊ തിരിച്ചു വരുമ്പോൾ ജെഫി വിളിക്കാൻ വരാന്ന് പറഞ്ഞിരുന്നു അത്രേ. അതുകൊണ്ടാണ് അവന്മാര് നമ്മളെ വിളിച്ചത്. അതാകുമ്പോൾ സുഖമായിട്ട് പോരാലോ. ചേർട്ടെ ആ വണ്ടിനെ വെട്ടിക്കോ, ബസ്സിനെ വെട്ടിക്ക്. എല്ലാരും വെട്ടിച്ചാണ് ആ ബസ്സിനെ നീ ഇപ്പൊ വെട്ടിക്കും. എന്നിട്ടാണ് ഇപ്പൊ ആൾക്കാരെ തീറിയക്കൂട്ടോ. വെറുതെ ആൾക്കാരെ വയലിരിക്കണേ കണ്ട. അങ്ങനല്ല, അത് നിർത്തിയിട്ടേക്കായിരുന്നു. പിന്നെ അത് സ്റ്റോപ്പിൽ നിർത്തിയിടുമല്ല. തോറ്റ് അങ്ങനെ ജെഫി ഒരു വൻ പരാജയമാണ് ജെഫി പിന്നെയും തെളിയിച്ചു ഗൈസ്. ഇങ്ങനെ തെളിയിച്ചിരുന്നിട്ട് കാര്യമുണ്ട്, നമ്മ പോയ കാര്യം നടക്കണ്ടേ. അവിടെ എത്തിയപ്പോഴാണെങ്കിലോ അവന്മാരെ വർക്ക് കഴിഞ്ഞിട്ടില്ല അത്ര. ഞാനാണെങ്കിലും നല്ല ഊളക്കോലത്തിൽ. ജെഫിയുടെ കാര്യം പിന്നെ പറയണ്ട, ചത്താലും ചമഞ്ഞല്ലാതെ കിടക്കൂലേ. വെറുതെ ചെക്കന്മാരെ കൂട്ടിക്കൊണ്ടു പോകാന്നതാ. പക്ഷെ ചെക്കൻ്റെ അനിയനാണോ എന്ന് എനിക്ക് സംശയം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വേഷത്തിൽ കല്യാണത്തിന് പോണത്. എല്ലാരും നല്ല തിളങ്ങുന്ന ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ ഞാനെന്തോ ഈ വേഷത്തിലിരുന്നപ്പോൾ എനിക്ക് എന്തോ ഒരു നാണക്കേടൊക്കെ പോലെ. പിന്നെ അതേ നോക്കിയപ്പോൾ ജെഫി മെഷീനെ കഴിക്കാൻ നിൽക്കുന്നത് എന്തറിഞ്ഞിട്ടാണോ എന്തോ ഭാഗ്യത്തിന് അതിനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ എല്ലാ സാധനങ്ങളും കെട്ടിപ്പറക്കി കറി കയറ്റി. പിന്നെ അവിടെ നിന്ന് നേരെ ചീപ്പുംചിറയിൽ പോയി. പ്രത്യേകിച്ച് ഒരു പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് 2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേഗം തിരിച്ചു. പിന്നെ അത് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് നേരെ മൂത്തുമാടെ വീട്ടിലേക്ക് വിട്ടു. പിന്നെ ഇപ്പൊ എന്താണെന്നറിയില്ല, എന്നെ കാണുമ്പോൾ എല്ലാവരും ഡീസെന്റ് ആവും, ഓടിപ്പോയി ഷാൾ എടുത്തിടും, മുഖം പൊത്തും. ഇതൊക്കെയാണ് എന്നെ കാണുമ്പോൾ എന്താ എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല ഗൈസ്. ഇവരൊക്കെ ഞാൻ എന്താണാവോ ചെയ്യുന്നത്. അങ്ങനെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ അവരോട് എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.